കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന സമയം എല്ലാം മറന്ന് പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഞങ്ങൾ ജീവിതത്തിലെ പല മേഖലകളിൽ പലയിടങ്ങളിലായിരുന്നു കൊണ്ട് കരുണയുടെ മണിക്കൂറിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയിൽ പ്രിയമുള്ളവരെ, മറ്റെല്ലാം നമുക്ക് ഈ ഒരു നിമിഷം മാറ്റിവെക്കാം. നമ്മുടെ മനസ്സിലുള്ള മറ്റ് ആകുലതകളെ, വ്യഗ്രതകളെ, ചിന്തകളെ, നമ്മുടെ എല്ലാ പേടി, ഭീതി, ഭയമെല്ലാം നമുക്ക് മാറ്റിവെക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈശോയോട് കൂടെയാണ് ഞാൻ ആയിരിക്കുന്നത്. ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞാൻ അങ്ങയുടെ കൂടെയായിരിക്കുമ്പോൾ അങ്ങയുടെ വചനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ എൻ്റെ ഹൃദയം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ഉറ്റവരെയും നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമുള്ളവരെയൊക്കെ അനുഗ്രഹിക്കാൻ ഈ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ നേരിടുന്ന പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, വേദനകളുടെ എല്ലാ നിമിഷങ്ങളെ ദൈവകൃപയാൽ ചെറുത്തു നിൽക്കുവാൻ വേണ്ട കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് എന്നിൽ നിന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് ആ സ്നേഹമാണ്. കർത്താവ് തൻ്റെ ജീവൻ തന്നും തൻ്റെ ഓരോ തുള്ളി രക്തം എനിക്ക് വേണ്ടി ഒഴുക്കിയും എന്നെ സ്നേഹിച്ചു. തന്നേക്കാൾ അധികമായിട്ട് ഈശോ എന്നെ സ്നേഹിച്ചു. സ്നേഹിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയുള്ളത് കൊണ്ടല്ല, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് എന്തെങ്കിലും കഴിവുകളോ യോഗ്യതയോ ഏതെങ്കിലും മാനദണ്ഡങ്ങളോ ഉള്ളത് കൊണ്ടല്ല, പിന്നെ അവിടുന്ന് സ്നേഹമായതുകൊണ്ട്, അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ടാണ് അവിടുന്ന് എന്നെ സ്നേഹിച്ചത്. ആ സ്നേഹം എനിക്ക് അവകാശപ്പെട്ടതല്ല, ആ സ്നേഹം സ്നേഹസമ്മാനമായിട്ട് കിട്ടിയത്. അഹങ്കരിക്കാനോ എൻ്റെ കയ്യിലോ നിങ്ങളുടെ കയ്യിലോ ഒന്നുമില്ല. യോഗ്യതയല്ല കർത്താവ് നോക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ സ്നേഹത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയം തുറന്ന് ഏറ്റുപറയാം. എല്ലാറ്റിലും ഉപരിയും എല്ലാവരിലും ഉപരിയും കർത്താവെ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നിന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിൽ ഞാൻ ജീവിക്കും. ഈശോയുടെ സ്നേഹത്തെ എന്നിൽ നിന്നും പറിച്ചെടുക്കാൻ ഒന്നിനും സാധിക്കില്ല എന്ന ബോധ്യത്തോടെ അവിടുത്തെ തിരുസന്നിധിയിൽ ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഈശോയിൽ പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുക്കുന്നുണ്ട്, നമ്മളെ നയിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ സാധിക്കുന്നില്ല. നമുക്കെല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ സാധിക്കണം എന്നുള്ള പിടിവാശിയും വ്യഗ്രചിത്തതയും ഒക്കെയാണ്. നമ്മളൊരു കാര്യം വചനങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, ബൈബിളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, കർത്താവ് കാലമെടുത്ത് സമയമെടുത്ത് ഓരോ വ്യക്തിയുടെയും ഓരോ ജനത്തിൻ്റെയും ജീവിതത്തെ രൂപപ്പെടുത്തിയും വിശുദ്ധീകരിച്ചുമൊക്കെയാണ് വരുന്നത്. കർത്താവിന് കൂടെ ക്ഷമയോടെ കാത്തിരുന്ന് കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നവർക്കാണ് അവിടുത്തെ വിജയത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിച്ചു. നമുക്കറിയാം, അബ്രാഹത്തിനൊരു സന്തതിയെ നൽകുമെന്നും അവനിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്നും എല്ലാം പറഞ്ഞപ്പോഴും അവർക്ക് 10-25 വർഷം കാത്തിരിക്കേണ്ടി വന്നു കർത്താവിൻ്റെ ഈ ഒരു വാഗ്ദാനം അവരുടെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടിയിട്ട്. മോശയെ 40 വർഷം മരുഭൂമിയിലൂടെ ദൈവം നയിച്ച് മോശയെ ഒരുക്കുമായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചകനാകുവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒത്തിരിയേറെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സ്നാപക യോഹന്നാന്റെ ജനനത്തിന് വേണ്ടി കാത്തിരുന്ന സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കളെ നമുക്കറിയാം. സാമുവേൽ പ്രവാചകൻ ജനിക്കുവാനായിട്ട് വർഷങ്ങളോളം കണ്ണീരൊഴുക്കി ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച ഹന്നായെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരിയേറെ ഇടങ്ങളിൽ ഈ ഒരു ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റണം എന്നൊരു സന്ദേശം പ്രിയമുള്ളൊരു വചനം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ട്. കർത്താവിന്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ സങ്കീർത്തനം 130:5 നമ്മൾ വായിക്കുന്നു, ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ,
കർത്താവിൻ്റെ ഈ ഒരു ഡിവൈൻ മേഴ്സിയുടെ ചിത്രത്തിൻ്റെ കീഴിൽ എഴുതിയിരിക്കുന്ന സന്ദേശം എന്ന ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എന്താണ് ഈ ഒരു ട്രസ്റ്റ്? കർത്താവിൽ ഞാൻ അർപ്പിക്കുന്ന വിശ്വാസം. എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും, എൻ്റെ കർത്താവ് എന്നെ കരുതിക്കൊള്ളും, എന്നെ നയിച്ചുകൊള്ളും എന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഞാൻ വിശ്വസിച്ച് മുൻപോട്ട് പോവുകയാണ്. എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രമല്ല, അറിഞ്ഞിട്ടല്ല ഞാൻ വിശ്വസിക്കുന്നത്, അറിഞ്ഞിട്ടല്ല ഞാൻ പ്രത്യാശിക്കുന്നത്. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു മിസ്റ്റേക്ക് അതാണ്. എനിക്കറിയണം എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. പലപ്പോഴും പലരും വന്നിട്ട് ഒരുപക്ഷെ കൗൺസിലിങ്ങിലോ അതല്ലെങ്കിൽ പ്രാർത്ഥനാ വേളകളിലൊക്കെ ഈ ഒരു വ്യഗ്രത പ്രകടമാക്കുന്നുണ്ട്. എനിക്കറിയണം അടുത്ത നിമിഷം എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, ഞാൻ ഈ ഒരു കാര്യം ചെയ്താൽ എന്ത് സംഭവിക്കും, ഞാനൊരു പരീക്ഷ എഴുതിയ എന്ത് സംഭവിക്കും, ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ എന്ത് സംഭവിക്കും, ഞാൻ ഈ ഒരു വ്യക്തിയെ വിവാഹം ചെയ്താൽ എന്ത് സംഭവിക്കും. അങ്ങനെ എപ്പോഴും അറിയുവാനുള്ള ഒരു ത്വര. അറിഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കാം, അറിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കേണ്ട കാര്യമല്ല. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിശ്വാസവും പ്രത്യാശയും ഒന്നുമല്ല, അറിവാണ് നമ്മളെ നയിക്കുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നതിൽ നിന്ന് വളരെ നൈസായിട്ട് പിശാച് നമ്മളെ അകറ്റിക്കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണത്. അറിഞ്ഞിട്ട് നീ വിശ്വസിക്കുക എന്നുള്ളത്. ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് എന്താണോ അതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണെന്ന് ജെറമിയായിലൂടെ പറഞ്ഞ കർത്താവ് പറയുകയാണ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. റോമ 8:28 നമുക്കറിയാം. ഈ വചനങ്ങളാണ് എന്നെ നയിക്കുന്നത്. എൻ്റെ ദൈവം എന്നെ നയിക്കുന്ന ഇടങ്ങളിൽ ഞാൻ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ജീവിത വേളകളിലൂടെ കടന്നു പോകുമ്പോൾ, ഇന്ന വ്യക്തികളെ എൻ്റെ ജീവിതത്തിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ, ഇന്ന ഇടങ്ങളിലൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവം എന്നെ നന്മയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കുകയാണ്. ഈ ഒരുക്കുക എന്നുള്ള പ്രക്രിയ അത്ര എളുപ്പമുള്ളതെന്നായിരിക്കുകയല്ല. ഒരുപക്ഷെ തടി ചിന്തേരിടുന്നതും ചിന്തേരിട്ട് കഴിഞ്ഞിട്ട് സാൻഡ് പേപ്പർ ചെയ്യുന്നതും ഒക്കെ ഒരുപക്ഷെ നമ്മൾ കണ്ടു കാണും. അതൊരുപക്ഷെ വളരെ ഭാരം നിറഞ്ഞൊരു പ്രക്രിയയാണ്. ഈ ഒരച്ചൊരച്ചൊരച്ചൊരച്ച് മിനുസമാക്കുന്നതിന് മുൻപ് ഈ ഒരച്ച് കിട്ടുക എന്ന് പറയുന്നത് വളരെ വേദനയുള്ളൊരു പ്രക്രിയ. പക്ഷെ അതിനുശേഷം വളരെ മനോഹരമായ ഒന്നിലേക്ക് അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കർത്താവ് ഒരുപക്ഷെ ഇപ്പോൾ അനിശ്ചിതത്വത്തിൻ്റെയും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും കർത്താവെ ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകുന്നില്ലല്ലോ എന്നുള്ള ചിന്തയിലൂടെ ഒക്കെ ഞാൻ കടന്നു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കണം. അവിടുന്ന് തക്ക സമയത്ത് നമ്മൾ ഉയർത്തുമെന്ന് 1 പത്രോസ് 5:7 നമ്മൾ വായിച്ച ആ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കുറിച്ചിടണം. കാരണം കർത്താവ് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടത്തേക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. സങ്കീർത്തനം 112 നമ്മൾ വായിക്കുന്നു, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ്? എൻ്റെ ഉള്ളിലുള്ള വിചാരമായിരിക്കണം ദൈവത്തിൻ്റെ ഉള്ളിലുള്ള വിചാരം. ഞാൻ ആഗ്രഹിക്കുന്നിടത്ത്, ആഗ്രഹിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം എല്ലാം പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്നിടത്ത്, പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ കാൾ വലിയവരാകാൻ പരിശ്രമിക്കുകയാണ്. ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട് യെശയ്യായിലൂടെ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ പോലെയല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ ഉന്നതമാണ് എൻ്റെ ചിന്തകൾ, എൻ്റെ വിചാരങ്ങൾ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ചില സ്നേഹമുള്ളവരെ, ദൈവം നമ്മളെ വിളിക്കുന്നത് ആ ആഴമേറിയൊരു ട്രസ്റ്റിലേക്കാണ്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവൻ. അവിടുത്തെ സ്നേഹം അചഞ്ചലമാണ്, അവിടുത്തെ സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. ജെറമ്യാ 31:3 നമ്മളിത് വായിക്കുന്നത് എന്താ? എൻ്റെ ദൈവത്തെ ഞാൻ ആശ്രയിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ കരം പിടിച്ചിട്ട് ഞാൻ പറയാം, എൻ്റെ ഈശോയെ നീ എന്നെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോക്കോ, നീ എൻ്റെ കരം പിടിച്ചെടുക്കുന്നിടത്തോളം കാലം ഞാൻ ഭയപ്പെടില്ല, ഞാൻ കുലുങ്ങില്ല. കാരണം നീ എന്നെ നയിക്കുന്നത് പച്ചയായ പുൽത്തലങ്ങളിലേക്ക്, പ്രശാന്തമായ ജലാശയത്തിലേക്ക്, മേച്ചിൽപ്പുറങ്ങളിലേക്കുമാണെന്ന് എനിക്കറിയാം എന്നുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ വിശ്വാസം, എൻ്റെ പ്രത്യാശ. എൻ്റെ ദൈവം എൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാം ഒരുക്കുമെന്നെൻ്റെ ബോധ്യം. ആ ബോധ്യമാണ് അബ്രാഹത്തെ കാത്തിരിക്കാൻ പഠിപ്പിച്ചത്. ഈ ബോധ്യമാണ് ഹന്നായെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചത്. ഇതേ ബോധ്യത്തിലാണ് പരിശുദ്ധ ദൈവമാതാവ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ദൈവഹിതത്തോട് പൂർണ്ണമായും ഐക്യപ്പെട്ട് പറഞ്ഞത്, ആ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ. ഞാൻ ഇനി ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ. സുഖകരമായൊരു കാര്യമായിരുന്നില്ലല്ലോ. വേദനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും തിക്താനുഭവങ്ങളിലൂടെയും അനിശ്ചിതത്വത്തിലൂടെയും ഒക്കെ കടന്നുപോയപ്പോഴും പരിശുദ്ധ അമ്മ ഒരു വാക്ക് പോലും പരാതി പറയുന്നില്ല, ആകുലപ്പെടുന്നില്ല.
ഇത് ദൈവഹിതമാണോ എന്നറിയാൻ യാതൊരു തരത്തിലും വ്യഗ്രതപ്പെടുന്നില്ല. കർത്താവിന് തന്നെ വിട്ടുകൊടുത്തിട്ട് കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും തന്നെ ഒരുക്കുകയാണ്, നയിക്കുകയാണെന്നുള്ള ബോധ്യത്തോടെ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിന്ന പരിശുദ്ധ അമ്മ. പ്രിയമുള്ളവരെ, വീണ്ടും സങ്കീർത്തനം 27:14 തിരുവചനത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നു, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവിൻ്റെ കരുണ നമുക്ക് തരുന്നത് ഈ വലിയൊരു പ്രത്യാശയാണ്. എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുമ്പോൾ, എൻ്റെ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ കർത്താവ് ഞാൻ പ്രത്യാശിക്കുന്നു. ഐ ഹോപ്പ് ഇൻ മൈ ലോർഡ് ജീസസ്. എൻ്റെ കർത്താവിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. എനിക്ക് മറ്റൊന്നിലുമല്ല എൻ്റെ ആശ്രയം, എൻ്റെ കർത്താവിലാണ്. അതിനെനിക്ക് ഏറ്റവും ബലം നൽകുന്ന കാര്യമെന്നാണ് കർത്താവിൻ്റെ കരുണയാണ്. എൻ്റെ ദൈവം എന്നെ ഒരിക്കലും തള്ളിക്കളയില്ല. ഏത് നിമിഷവും ഏത് സമയത്തും ഞാൻ എത്ര കൊടിയ പാപിയാണെങ്കിലും, എന്നാ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, ഞാൻ എൻ്റെ ഈശോയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നാൽ അവിടെ എനിക്ക് ആശ്വാസമുണ്ട്, അവിടെ എനിക്ക് ആനന്ദമുണ്ട്, അവിടെ എനിക്ക് ഉത്തരമുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് കർത്താവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ, കർത്താവിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആ ഒരു പ്രത്യാശയോടെ നമുക്ക് ദിവ്യകാരുണ്യത്തെ നോക്കി പാടാൻ പറ്റട്ടെ. എൻ്റെ ദൈവമേ, സർവ്വസൃഷ്ടജാലങ്ങളോട് ചേർന്ന് ഞാൻ നിന്നെ ആരാധിക്കുമ്പോൾ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആരാധന ഉയരുമ്പോൾ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്തുതി ഉയരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എന്നെ നയിക്കും, എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും, എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തും. അവിടുന്നാണ് എൻ്റെ പ്രത്യാശ, അവിടുന്നാണ് എൻ്റെ കോട്ട, അവിടുന്നാണ് എൻ്റെ അഭയം. ഭൂമി ഇളകിയാലും ആകാശം താഴെ വീണാലും ഞാൻ പതറില്ല, ഞാൻ കുലുങ്ങില്ല, കാരണം എൻ്റെ കർത്താവാണ് എൻ്റെ സർവസ്വവും. ആ ഒരു ധൈര്യത്തോടെ, പ്രത്യാശയോടെ എല്ലാ പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും കർത്താവിൻ്റെ കരുണയ്ക്ക് കീഴിൽ സമർപ്പിച്ച് ഈ ഒരു ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ഈശോയെ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ, ആമേൻ. ഈശോയെ ഹല്ലേലൂയ, 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 ആമേൻ. കർത്താവേ, ഹല്ലേലൂയ, ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്നാണ് എൻ്റെ നായകൻ, അവിടുന്നാണ് എൻ്റെ രക്ഷകൻ, അവിടുന്നാണ് എൻ്റെ കർത്താവ്. കർത്താവെ, അവിടുത്തെ കരുണക്കടലിലേക്ക് ലോകമാസങ്ങളുള്ള എല്ലാ പാപികളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരുണക്കടലിൽ അവരെ മുക്കിയെടുത്ത് മാനസാന്തരത്തിൻ്റെ വഴികളിലേക്ക് അവരെ നയിക്കണമേ. കരുണ നിറഞ്ഞ കർത്താവെ, അവിടുത്തെ പരിശുദ്ധ മണവാട്ടിയായ തിരുസഭയെ സംരക്ഷിക്കണമേ. അകത്തും പുറത്തു നിന്ന് തിരുസഭ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാ ബുദ്ധിമുട്ടുകളിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും ശാന്തിയും സമാധാനവും നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തി അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളുടെ എല്ലാ ജീവിത മേഖലകളെയും കർത്താവെ അഭിഷേകം ചെയ്യണമേ. രോഗികളായിട്ട് കഴിയുന്നവർ, ജീവിത പ്രതിസന്ധി അനുഭവിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ജീവിതത്തിൽ പലവിധ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരെല്ലാം കൈപിടിച്ചുയർത്തണമേ. ഈശോയുടെ തിരുസന്നിധിയിൽ മുട്ടിന്മേലായിരിക്കാം. നമ്മുടെ എല്ലാ ജീവിത വിഷമങ്ങളെയും സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും ഉത്തരം കിട്ടാത്ത എല്ലാ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച്
ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.